ഹായ്. ഇല്ല ഇച്ചിരിക്കടാ അതറിയണ്ടേ. ലൈറ്റ് ഇടാൻ മേലായിരുന്നു. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞോ? ആരാ വന്നിരിക്കുന്നേ? ചോദിക്കുന്ന കേട്ടോ ആരാന്ന് മനസ്സിലായോന്ന്. ഈ കുഞ്ഞിച്ചാന്റെ അമ്മച്ചി ഇതുപോലെ തന്നെയായിരുന്നു. 5 കൊച്ചുമക്കളുണ്ട്. ഞങ്ങൾക്കറിയാം. അമ്മയ്ക്കിപ്പം പ്രായമൊന്നും അറിയത്തില്ല. 5-6 പേര് ഞങ്ങളുടെ അപ്പന്മാർ പ്രായം ചെന്നത് ഞങ്ങളുടെ നല്ല പ്രായത്തിൽ. ഇവര് 10 പേരായിരുന്നു അമ്മച്ചി. ഇവര് 10 പേരായിരുന്നു. പ്രായം 10 പിള്ളേരായിരുന്നു ഇവര്. അതിലിപ്പോ ഇനി 3 പേരേ ഉള്ളൂ. ഈ ചാച്ചന് 10 പിള്ളേരായിരുന്നു. അല്ലല്ല, ചാച്ചനും ചാച്ചന്റെ ചേട്ടനിയന്മാരും പെങ്ങളും എല്ലാരും സഹോദരങ്ങള്. ചാച്ചനെ നടക്കാൻ വിഷമല്ലേ? വടി കുത്തിപ്പിടിച്ചല്ലേ. ഭയങ്കര സ്പോർട്സ്മാൻ, വലിയ കളിക്കാരനായിരുന്നു, ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഇപ്പം കാര്യമില്ല, കാര്യമില്ല. ഉണ്ടോ? എന്നെക്കാട്ടിലും ഉണ്ട് അമ്മച്ചി, എന്നെക്കാട്ടിലും. എല്ലാ കൂട്ടം കഴിക്കുക. ഇഷ്ടമുള്ളത്. മീനോടൊന്നും വലിയ താല്പര്യമില്ല. ചിലപ്പോൾ പറയും ചില ചൂട് കഞ്ഞി മതിയെന്ന് പറയും. വായുടെ രുചി ശരീരത്തിന്റെ ഇതൊക്കെ നോക്കി വേണം കഴിക്കാൻ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അമ്മയുണ്ടോ? എൻ്റെ അമ്മയും പോയി, എൻ്റെ അപ്പനും പോയി, പുള്ളിയുടെ അമ്മയും പോയി, അപ്പനും പോയി, എല്ലാരും പോയി. ഒരു പ്രായം കഴിയുമ്പോ എല്ലാരും പോകാതെ ഇവിടെ ഇരുന്നാ മതിയോ? മതിയോ? അത് തന്നെ, അടുത്ത ആളിന് സ്ഥാനം കൊടുക്കണം. അവരെ വിറ്റ ആള് വിളിക്കും, അന്നേരം അങ്ങ് വിളിക്കണം. നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് തന്നെയല്ല, കുറച്ച് നാൾ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിയും, നമുക്ക് തന്നെ മഴ വേണ്ടാത്തത്. അത് ഭയങ്കര തമാശയാണല്ലോ. പോയാൽ അത്രയും നല്ലതാണ്. പിന്നെ എന്നോട് പറയുന്നേ, മമ്മി അമ്മച്ചിയെ പോയി കാണണം. അമ്മച്ചി മരിക്കുന്ന സമയത്ത് അമ്മച്ചി ഒരു മിനിമാല എന്റെ മോക്കാ കൊടുത്തത്. അവളായിരുന്നു അവിടെ കൂടെ, അമ്മച്ചിയുടെ കൂടെ ഞങ്ങളായിരുന്നു നിന്നെ. അന്നേരം അമ്മച്ചിയുടെ കഴുത്തെ കിടന്ന മാല അവളാ കുളിപ്പിക്കുന്ന. 9 വയസ്സേ ഉള്ളൂ. കുളിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവളായിരുന്നു. അങ്ങനെ മരിക്കണ്ണെ കിടന്നിട്ട് എൻ്റെ മോൻ്റെ ഈ മോൻ്റെ മോക്ക് കൊടുക്കണം. ഒന്നും അത് സൂക്ഷിച്ചു വെച്ചേക്കാം മാല. അതാ UK-ലൊരു പെങ്കൊച്ച ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് അവളാ. നീതു പൊളിതുപോലെയായിരുന്നു. അത് വണ്ടിയല്ലേ? വണ്ടി ഓടിച്ചോണ്ടിരുന്ന ആളാ. വണ്ടിയാ കേട്ടോ. എനിക്ക് വിളിച്ചായിരുന്നു പുള്ളി ഫോണിലാ. വിളിക്കുന്നത് മകനാ. എന്തോ പേര്? അത് ചേച്ചി കേട്ടില്ലല്ലോ. ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നോണ്ടായിരിക്കേ വീട്ടിൽ ഇത് മുണ്ട് മാത്രം കൊടുത്തത്. കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു എന്റെ മോനാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോഴേ പറയും ജോമോനാന്ന്. ആ ജോമോനെ നമുക്ക് പോകാം. അദ്ദേഹം കടയിൽ പോയപ്പോൾ ഞങ്ങളെല്ലാം ഞാൻ എന്തും കാണും. ആ മുറിക്കകത്ത് കയറിയിരിക്കും. ആ മനുഷ്യനോടെ കുറിക്കും. മനുഷ്യനോടെ കയറിയിട്ടുണ്ടോ? ഒരു മനുഷ്യനോട് വന്നിരിപ്പുണ്ടെന്ന് പറയും. സ്ഥിരമായിട്ട് വന്നാൽ മുറി ഇരിപ്പുണ്ടോ? അമ്മച്ചി ഞാൻ കേക്ക് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മച്ചിക്ക് മധുരമുള്ള ഇഷ്ടമാണ്. കേക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. മിഠായിയുടെ ആശാത്തിയ നാരങ്ങ മിഠായിയുടെ ആളായിരുന്നു അമ്മച്ചിക്ക്. മധുരം ഷുഗറാ ആണോ? ഇഷ്ടമില്ല.
പഞ്ചസാര ഉണ്ട് പഞ്ചസാര. അത് നല്ല കാര്യം ചെറുക്ക് പ്രായം ഇത് അമ്മച്ചിക്ക് തൊണ്ട കുത്തുന്ന ഉടനെ വിച്ച് മുട്ടായി പോലുള്ള മുട്ടായി ആയത് ഇത് അങ്ങോട്ട് തിന്നാം ഒരെണ്ണം. ഓരോ പ്രായത്തിലാക്കും. ഇപ്പൊ ചാച്ചൻ ഇപ്പം ഇപ്പൊ ഒരുമാതിരി ഒന്നും കൽപ്പറ്റിയായിരുന്നു. ഇല്ലേ ഇത് നിങ്ങൾക്ക് കുറിക്കാൻ ആലീസ ചേച്ചി അമ്മയ്ക്കായിട്ട് കുറേ സാധനങ്ങൾ കേട്ടോ. എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒച്ച അടച്ചിരിക്കുന്നതുകൊണ്ട് ചാച്ചൻ കഞ്ഞൊക്കെ കുടിക്കാം. കഞ്ഞി കുടിക്കും കഞ്ഞി കുടിക്കും, കപ്പ തിന്നും, ചക്ക തിന്നും, ചേമ്പ് തിന്നും, എല്ലാം കഴിക്കും. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ട് ഉണ്ട്. വീട്ടിലുണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കി തന്നെ. ആലിസ ചേച്ചി ഉണ്ടാക്കിയ കേക്കാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊന്നും കണ്ടിക്കണ്ട, നിങ്ങൾക്ക് കണ്ടി. വഴി നമ്മുടെ ഗൂഗിൾ മാപ്പിട്ടാൽ മതി. കൃത്യം ഇവിടെ വരും. ഇന്ന് കഴിഞ്ഞ ദിവസമായിട്ട് ഞങ്ങളവിടെ പോയില്ലേ, ഒരു ഗൂഗിൾ മാപ്പിട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അമ്മയ്ക്ക് കൊണ്ടുവന്നാ അമ്മയ്ക്കല്ല, അമ്മയുടെ മക്കൾക്കും എന്റെ പെങ്കൊച്ചിനോട് ഇച്ചിരി വെച്ചേക്കാം. തിന്നോ തിന്നോ എന്റെ മോനെ വിവിനെ പോയില്ലേ വിവിനെ കോളേജിലാ. ഇവന് കോളേജിൽ പോയില്ലേ ഇന്നലെ? ഒരു മറിവാ ഇരിക്കടാ. ഇന്ന് ഒരു വർഷം അവിടെ ഇരിക്കും അവിടെ ഇരിക്കും. നല്ലതാന്നോ അമ്മച്ചി? നല്ലതാന്നോ? അതിന് കുറവായിരിക്കും അതാ. നല്ല മധുരമാണെങ്കിൽ അതിലൊക്കെ പേരിനുള്ളൂ. ഞാൻ മധുരം പേരിനെ ചേർക്കുള്ളൂ. അതാണ് ഷുഗറുണ്ടോ? ഇഷ്ടം പോലെ. ഇത് എന്താ 25 വർഷമായി തുടങ്ങി. ആണല്ലേ? മധുരം ഇഷ്ടമായിരിക്കും. മധുരം അങ്ങനെ കഴിക്കാനൊക്കത്തില്ലല്ലോ. മധുരം ഒത്തിരി കഴിക്കാനൊക്കത്തില്ലല്ലോ. ഷുഗറുണ്ട്, പഞ്ചസാരയുടെ അസുഖമുണ്ട്. ഷുഗറും പ്രഷറൊക്കെ ഉണ്ടെന്ന്. ഷുഗറും പ്രഷറൊക്കെ എല്ലാ വകയും വെച്ച് കഴിക്കത്തില്ലല്ലേ? കഴിക്കാനൊക്കത്തില്ല. കഞ്ഞിയെ കുടിക്കാമോ? നല്ലതാണോ മോനെ? അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല മധുരം കറന്നില്ല. അറിഞ്ഞോണ്ട് ചേർക്കാൻ. രാത്രി കറക്കി തീർത്തിട്ടുണ്ടോ? കറിക്കോ? ഇല്ല, ഇല്ലേ? ചാപ്പാട് കാര്യത്തിൽ ഒരു നിർബന്ധവും ഇല്ല. ഇത് വലിയ കാര്യം. ഒന്നും ഉണ്ടായിക്കോട്ട് കളിക്കുണ്ടായി. അതെ, ഇവിടുത്തെ വല്യപ്പൻ്റെ ഇത് വെച്ച് പറയണം. വല്യപ്പന് ഭയങ്കര കറിക്കൊക്കെ ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പ്രായമാകുന്നതനുസരിച്ച് ഓരോന്നിനും രുചി മാറ്റി വരും. അമ്മച്ചി അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയെന്ന് വരികയില്ല. നാട്ടിൽ ജീവിക്കുന്നവർക്ക് പിന്നെ എങ്ങനെ വേണേലും ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം വെളിയിൽ പോയിരുന്നവർക്ക് കിട്ടുന്ന കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നാട്ടിൽ നിൽക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ. രാത്രി ആമക്കളൊക്കെയാണ് ചന്ത ഒരു പെണ്ണും പരാതിയും തീരെ കുറവാണ്. പ്രായമായപ്പോൾ ജാത്തിന് സമാധാനം. എല്ലാ ഭാഗം ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ സ്ഥലം ഇവിടെ താമസിക്കാൻ. ഞങ്ങൾ തിരുവനന്തപുരത്ത്. അവിടെയാണ്. അവിടെ അങ്ങനെ വലിയ കാര്യമില്ല. 4 മണിക്കൂർ വേണം. 4 മണിക്കൂർ. തിരുവല്ല വരെ എനിക്ക് തോന്നുന്നത് 3 ജോലിയും ചെയ്യാൻ വല്ലതും ചെയ്യാം. ഒരാൾക്ക് സഹായം വേണം. എവിടുന്ന്? അല്ല ഇങ്ങോട്ട് ഇവിടെ ചങ്ങനാശ്ശേരിയെല്ലാം പോകുന്നുണ്ടോ? തിരുവനന്തപുരത്തിന് പോകുന്നുണ്ടോ? വരുന്നോ എന്റെ കൂടെ? വരുന്നോ എന്റെ കൂടെ?
പോകാനാണോ? ആ പോരുന്നുണ്ടോ അടുത്ത്? വരുന്നോ? എൻ്റെ കൂടെ പോയിരുന്നോ എവിടെയാ? തിരുവനന്തപുരത്തിന്? ഞങ്ങളുടെ വീട്ടില് ഇല്ല, ഇല്ലേ? ആ എന്നാ അമ്മച്ചി? വേല. ആ ഈ മക്കളുടെ കൂടെ വരണം. ഇത്ര ആരെയൊക്കെ വന്നു കഴിയുമ്പോഴേ അമ്മച്ചി വണ്ടി ഇരുന്നാ മതി. ഒരാഴ്ച കിടപ്പായി നടക്കാൻ മേല. ഇവിടെ അയ്യോ എപ്പോഴേ ആളുള്ള ഇവിടെ ഇല്ലാതെ ആളില്ലാതെ പിടിക്കാൻ പറ്റും. അല്ലെന്നേ ഇവര് രണ്ടുപേരും പിള്ളേരും കൂടെ വാ, അമ്മച്ചിയും കൂടെ വാ. 3-4 പേരില്ലേ, അതിനെന്നാ? അവരെയൊക്കെ നോക്കണം, അന്വേഷിക്കണം. അവർക്ക് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി ആരമ്മച്ചിയോ? ആ എന്നാ പിന്നെ വരണ്ട. എല്ലാവരും ഞാനായിരിക്കണം. ആ അത് ശരിയാ. ഞവരിവിടെ കണ്ട് ബഹളം ഉണ്ടാക്കും. ആ അത് തന്നെ വിശക്കുന്നെന്നും പറഞ്ഞു. അപ്പൊ ഭയങ്കര ബഹളമാണ്. ആ അത് തന്നെ. അയ്യോടാ. പണ്ടത്തെ വെള്ളം ഇരിക്കുമ്പോഴെല്ലാം ഇരിക്കുകയല്ല, ഉം. എല്ലാം കഴിക്കുന്ന സമയത്ത് കഴിച്ച് അവരവർക്ക് ഇഷ്ടപ്പെട്ട പോലെ. ഉം. അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കുകയില്ല ബഹളവും. ഇവിടുവാ. പഴയ ഓർമ്മകളൊക്കെ. വലിയ പാടാ. അമ്മയെങ്ങും പോകാതിരുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അത് തന്നെ. അന്നത്തെ കഥകളായി. അന്നത്തെ കഥകളാണ്. ഇപ്പോഴത്തെ ഒന്നും ഓർക്കത്തില്ല. അതിനെന്തെങ്കിലും തിന്നാവോ? തിന്നോ? ഇതൊന്നും വല്ലതും കഴിക്കുമോ? കഴിക്കുമെന്ന് കഴിക്കും. കഴിക്കോ? അല്ലുണ്ടോ? പിന്നെ അതിന് ഒരു കുഴപ്പമില്ല അമ്മേ. ഇല്ലേ? ഇല്ല ഒരു കുഴപ്പമില്ല. അത് വലിയ ബാക്കി. ആ അല്ലെങ്കിൽ എന്തോരം വിഷമിക്കണം. ഒരു സാധനം സാധിച്ച് കിട്ടണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടിയാണ്. ബുദ്ധിമുട്ടാ. ഇത് ഒരു കുഴപ്പമില്ല. എന്തായാലും തുക കിട്ടുമോ? ആ പ്രായം ചെന്നപ്പം ദൈവം അനുഗ്രഹിച്ച. ആ കഴിച്ചു കുടിച്ച് കിടന്നോളാൻ. അയ്യോ കൊള്ളാം. വല്യമ്മയ്ക്കൊന്നും പല്ലില്ലായിരുന്നു. 80 വയസ്സ് തന്നെയല്ലേ? വല്യപ്പന് 80 80 കൂടുതലുണ്ട്. ആ, അന്നേരം ഇപ്പം ഭക്ഷണം കഴിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചുണ്ട്. ഉം. കൂടുതൽ കഴിക്കുമല്ലേ? അമ്മ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. നേരത്തെ ഇത്രയൊന്നും കഴിക്കില്ല. നീ അസുഖം വന്നാൽ പിന്നെ ഭക്ഷണത്തിന് രുചിയൊക്കെ അറിയാമോ? ഈ അതുകൊണ്ടായി വിശപ്പുണ്ട്. വിശപ്പ് മരുന്നുണ്ടല്ലോ. അത് ഭക്ഷണത്തിന് രുചിയൊക്കെ അറിയാമോ? ആ എല്ലാം അറിയാം. അറിയാമോ? പിന്നെ വേറെ ടെൻഷൻ. അമ്മച്ചി ഉപ്പ് അറിയത്തില്ല അമ്മച്ചി. ആണോ? ആ ആ, അത് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് കളിപ്പിക്കാം. അതെങ്ങനെയാ? അതെല്ലാം അറിയാമോ? പ്രായം ഇത്ര ആയില്ല, ഇത്ര കൊല്ലായില്ലേ? അന്നേരം ഉപ്പ് തീരെ കുറവ് കൊടുക്കണമെന്ന് എന്നിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കും. ഈ ഉപ്പില്ലാതെ എങ്ങനെ കഴിക്കണം? ആ ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ, ഇവരൊക്കെ ഉപ്പ് ഒഴിക്കാതെ ഞങ്ങളുടെ കഴിക്കില്ല. മോക്കൊന്നും ഉപ്പ് വേണ്ട. ആ, ഇവിടെ ഇവര് ഉപ്പ് ഒഴിക്കില്ല. പക്ഷെ എനിക്ക് എല്ലാം അമ്മേ ഞാന് എല്ലാ കൂട്ടാനും ഉണ്ടെന്ന്. ഭക്ഷണത്തിനൊക്കെ രുചി അറിയാമല്ലേ? ഭക്ഷണത്തിന് കുഴപ്പമില്ല. ഇല്ല 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 എല്ലാം കഴിക്കും. ആക്കി അഴിച്ചു കൊടുത്താൽ മതി. ഉപ്പ് മാത്രം കഴിക്കത്തില്ലേ? അത് എടുത്ത് വെച്ചു. പട്ടി എന്ത് ചെയ്യും? പാട്ടി ചാടിപ്പോയി. ഞങ്ങൾക്കും ഒരു പട്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ അയച്ചു. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ തിരിച്ചു വരാതിരിക്കുന്നത്. അതാണ് ഭയങ്കര ഇതിനു മുമ്പ് പോയി പട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം പോകുന്ന പട്ടികൾ പതിവ് വരികയില്ല. പഴയ പട്ടിയുടെ ഒരു രീതിയല്ലേ. ഇപ്പോൾ വേറെ അനക്കം കേട്ടാ പറയുന്ന പട്ടിയായിരുന്നു. 2-3 സ്ഥലത്ത് ഇതുപോലെ ചാടിപ്പോയെന്നും പറഞ്ഞ് അവർ വന്നിങ്ങനെ വീട്ടിൽ. അത് പിന്നെ സീസണിലായിരുന്നു, പട്ടിയുടെ സീസൺ ഉണ്ടല്ലോ, ആ സീസണിലായിരുന്നു. അത് പോയിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഉണ്ടോ വേറെ? 3-4 പേര് വീട്ടിൽ അയച്ചു വിട്ടുന്ന പട്ടി. അവര് ഒഴിവാക്കാൻ നിന്ന അവര് ജോലി. പകല് കൂട്ടിയിട്ട് വൈകിട്ട് അയച്ചു വിടുന്നത് എന്നിട്ട് പോയി. അതുകൊണ്ട് അതിനെ ഇങ്ങോട്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ പട്ടികളൊക്കെ ശക്തി വരും. പട്ടി പോകും. വീട്ടിൽ കിടന്നാൽ അവിടെ വെച്ച് പറഞ്ഞു ഭയങ്കര പാടാണ്. പക്ഷെ ഇതന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കുന്നില്ല. അത് വീട് അറ്റാച്ച് ആയില്ല പറ്റി. ആ വീട് മറിഞ്ഞ് അവന് ഇവിടുത്തെ മണമായി നമ്മുടെ മണം മാത്രമായിട്ട് സെറ്റായി വന്നു. ഇപ്പം വരുമ്പോൾ അവൻ ആരാന്ന് എവിടെ പിടിയോടില്ല. അല്ല ഇവൻ ഞങ്ങളോട് ചോദിച്ചൊരു പട്ടിക്കുട്ടിയെ തരട്ടായിരുന്നു. ആ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് പാട്ടിയെ വലിയ ഇഷ്ടമാണ്. ഞാൻ അരിക്കലൊന്നും അടുപ്പിക്കത്തില്ല, ഞാൻ ചോറൊക്കെ കൊണ്ടു. പക്ഷെങ്കിൽ ഞങ്ങളങ്ങ് പോകത്തില്ലേ, നമ്മൾ വല്ലവരെയും ഏൽപ്പിക്കണ്ടേ. അമ്മയുണ്ടല്ലേ? അമ്മയില്ല. ഇല്ലേ? ആണോ? നേരത്തെ പോയോ? 2 വർഷമായി. ആണോ? അത് ബാക്കിയോടും. എന്തോ നേരത്തെ അങ്ങ് എന്നും ചെല്ലുന്നതോ? നേരത്തെ ഇവിടെ അങ്ങ് കഴിക്ക്. അതുകൂടെ അങ്ങ് തിന്ന് തീർത്തേ. ഈശോയുടെ ഒക്കെ ചെന്ന് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും കഴിഞ്ഞ് എന്ന് സത്യം. അതാ പറഞ്ഞ പിന്നെ ഒരു സ്വഭാവം നല്ലതാണ്. ബാക്കി സ്വഭാവം സ്വഭാവമല്ലാതാണ് ഈശോയുടെ അടുത്ത് ചെല്ലുന്നത്. ആ, സത്യമല്ലേ? അപ്പന്മാരുടെ സ്വഭാവം പിന്നെ മോശം. അത് തന്നെ ഒന്നുകൂടെ പറയാൻ പറ്റി. പ്രായമായി വരുമ്പോഴത്തേനും
ആർക്കും കൊള്ളിയാതെ ദൂരെ കളയാൻ തോന്നുന്നു അയ്യോ ചെയ്യും കളയാൻ പറ്റുമോ? മറ്റുള്ള പിള്ളേരെ ആ പിള്ളേരെ കാണിച്ച് വേണ്ട വലിയവരെയും കാണിച്ചില്ല പ്രായം കാണിച്ചില്ല എന്നാ ചെയ്താലും അതിനെല്ലാം കിട്ടും പറ്റും. തൃപ്തിയാവോ അമ്മയുടെ അമ്മായിപ്പിനെ പറ്റി ഉദ്ദേശിച്ചേ പറയണേ. എനിക്കറിയാം. ഇപ്പൊ പറഞ്ഞ വല്ല മനസ്സിലാവും അല്ലേ, അതൊക്കെ ഇപ്പൊ ഓർമ്മ. പറഞ്ഞ വല്ല പഴയ ഓർമ്മയാണ്. ഇപ്പൊ പറഞ്ഞ വല്ല മനസ്സിലാവൂല്ല എല്ലാം മനസ്സിലാവും. അമ്മച്ചി എന്നാ കുറ്റം വേണേലും പറഞ്ഞു മനസ്സിലാവും. എല്ലാം തിരിഞ്ഞു കിട്ടുമോ പിന്നെ ഇല്ലയോ ഒക്കെ കിട്ടും. അമ്മച്ചി എന്നാ വേണേലും പറഞ്ഞു. അമ്മച്ചി ചോദിച്ചേ അമ്മച്ചി ചോയിര് ചോയിര്. അതിന് അമ്മച്ചി ചോദിച്ചാൽ പറ്റി എന്തോ എന്നോട് വഴക്കുണ്ടാക്കുമോന്നൊക്കെ ചോദിച്ചേ. എനിക്ക് നിങ്ങളോടോ എന്നോട് വഴക്കുണ്ടാക്കുമോന്ന് ചോദിച്ചേ. എന്തിനാ ചോയിര് അമ്മച്ചി ചോയിര് എന്തോ പറയുന്നെന്ന് നമുക്കൊന്ന് അവളോട് അറിയാം. വഴക്കുണ്ടോ അങ്ങനെ വഴക്കൊന്നുമില്ല അമ്മച്ചി. ഇല്ലേ ഇല്ല. പിന്നെ പ്രായമാകുമ്പോൾ ഓരോരോ ഭക്ഷണങ്ങൾ തരുമ്പോൾ അതിനൊക്കെ കുറ്റമില്ലേ ഓ ഇതിപ്പോ അപ്പോൾ ഇഷ്ടപ്പെടാതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ. ആ. പിന്നെ അതെല്ലാം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എല്ലാം അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി തട്ടി കളയുകയും ചെയ്യും ചുവ കഴിക്കുകയില്ല എന്നുവെച്ചാൽ കുറ്റമാണ് നീ അധികം കുറ്റമൊന്നും പറയണ്ട നീ ഈശോയോട് പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിക്കുക. അതാ ആവശ്യം ആ, സമാധാനത്തോടെ ജീവിക്കാൻ ഈശോയോട് കൊണ്ട് അരികെ പോണം. ഈ ലോകത്തേക്ക് നമ്മൾ എന്തെല്ലാം കണ്ടാലും ഒരു വിജയവും ഇല്ല പിന്നെ നമുക്ക് കഷ്ടപ്പെടാവുന്നല്ലാതെ പത്രത്തിൻ്റെ നാവിനായി ഈശോടൊക്കെ ചെന്ന് കഴിഞ്ഞാലോ എത്ര അധികം നാളായി അമ്മച്ചിയെ കാണാൻ ഒരുങ്ങിയിരിക്കുക ഞങ്ങള്. ഒന്ന് വേഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയാ സമാധാനമുണ്ട് ഈശോടൊക്കെ അതിന് പ്രത്യാശ ഉണ്ടാകും. അമ്മച്ചിക്ക് പിടിച്ചു പോയ ചാച്ചനെയാ പണ്ട് ഇതുപോലെ 93 വയസ്സ് വരെയൊക്കെ ഇരിക്കും. ഇത് പാടായിരുന്നോ മലവും അതാണോ മലവും മൂത്തോർക്കാണ് അത് അത് ചേട്ടൻ. നാട്ടായിട്ട് പ്രായം കഴിഞ്ഞാൽ പിന്നെ മുത്തിയെന്ന് വന്നില്ല ഒരു ശ്രദ്ധയില്ലാതെ സത്യവാമ്മേ ഒന്നുകൂടെ പറ. എന്നൊക്കെ ചെയ്തു നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഓസ്ട്രേലിയയിലല്ലേ നമുക്ക് മൂത്തേട്ടൻ മക്കള് ഇവരാണ് ഓസ്ട്രേലിയ ഉള്ളത്. ഒരു മെൽബൺ റിംഗ്വുഡ് കഞ്ഞിയും കൊടുക്കുന്നു കഞ്ഞിയാ ഞങ്ങൾ ഇഷ്ടം. ഒരു മാസം ഉണ്ടായിരുന്നു. അറിയാം കറി മോര് കറി നമ്മുടെ കറി വെച്ച മോര്. മീനൊന്നും ഇപ്പം വേണ്ട. മറ്റേ മീൻ പിടിക്കുമായിരുന്നു നാട്ടിൽ വെച്ച് പണ്ട് മീൻ പിടിക്കുമായിരുന്നു. ആ പ്രായം കടന്നു പോയി ആ അത് തന്നെ. ഇപ്പൊ മീനിന്റെ രുചി മീൻ ഇറച്ചിയൊന്നും വേണ്ട. ഒരു മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. നല്ല കാര്യം ഇപ്പോഴത്തെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. ആ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. അവിടുന്ന് വന്നോണ്ട് ചിങ്ങിയൊന്നും തിന്നത്തില്ല വേണ്ട. പിന്നെ നേരെ ഒരു സൂക്ഷിക്കണം ആ സൂക്ഷിക്കണം. തുറന്ന് കഴിയുമ്പോൾ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉണ്ട്. ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉണ്ട്. ആ എന്താ അതൊക്കെ എന്ത് പ്രത്യേകമുള്ള കാര്യമാണോ ഇത്തിരി അടുക്കും ചിട്ടലും ജീവിച്ചതായിരുന്നു. നീറ്റാംഗ്ലീനും ഈ വീട്ടിൽ തന്നെ കിടന്ന് ഇങ്ങനെ ഇറങ്ങുമല്ലായിരുന്നു. പുറത്തേക്ക് പോകുന്ന പറഞ്ഞാൽ അമ്മ വീട്ടിൽ പോകും, പള്ളിയിൽ പോകും, പിന്നെ മരുന്ന് പിടിക്കാൻ. പിന്നെ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളെ കൊണ്ട് എന്നെ കൊണ്ടൊക്കെ ആശുപത്രി പോകും. അങ്ങനെയൊക്കെ ഉള്ളു പോക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോകുന്ന ചേട്ടനിത്ത് വരെ ഇവിടെ പോകുമായിരുന്നു. അത് പോയാലും നിൽക്കില്ല അങ്ങനെ. പക്ഷേ എൻ്റെ ഓർമ്മ പോയി നിന്നിട്ടില്ല, ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ടില്ല. അമ്മ വീട്ടിൽ പോയി കിടന്നിട്ട് 1-2 അത് കിടന്നാലും പിറ്റേ ദിവസമായിട്ട് അമ്മ പോകും. ആ ഇവിടെ ഭയങ്കര ആണല്ലോ, ഇവിടെ എല്ലാം ഉണ്ട്. പശുവാട്, കോഴി, സർവ്വ സാധനവും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. ഞങ്ങൾ വേറെ പോയ വീട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറയാണ്. അവിടെ വെച്ചാൽ ഞാനുണ്ടാകുന്നത്. പക്ഷെ അത് അമ്മയുടെ ഓർമ്മയില്ല ഇപ്പോൾ. അത് എപ്പോഴും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മ ഈ വീട് അറിയത്തില്ല. പക്ഷെ അമ്മ എനിക്ക് തോന്നുന്നു പഴയ വീടാണോ ഓർക്കണേന്ന് അറിയത്തില്ല. അതിന് വൈകിട്ട് ഉറക്കമുണ്ടോ ഉറക്കമുണ്ടോ? അയ്യോ ഓത്ത് പോലെ കിടന്നുറങ്ങിക്കോളൂ. വലിയ ബാക്കി ശരീരത്തിന് സുഖമുണ്ട് അല്ലെങ്കിൽ ഉറങ്ങിയല്ല. എനിക്ക് ഉറക്കം ഇല്ലാത്ത. എനിക്ക് ഉറക്കം കുറവാണ്. പാലും അമ്മയ്ക്കുണ്ടോ? അമ്മയില്ല. പോയോ
കാലും കൈക്കും ശരീരത്തിനൊക്കെ വേദന ആയിക്കഴിഞ്ഞാൽ നമുക്ക് വഴക്കാൻ പറ്റിയല്ല. കാരണം ഒരു വശവും വെച്ച് കിടന്നാലും കക്കാൻ പറ്റിയ അതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതാ ഒരു വെച്ച്. ഇന്നലെ ഇങ്ങോട്ട് വരണമല്ലോ എന്ന് ഓർത്ത് കിടന്നിട്ട് ഉറക്കമേ വരത്തില്ല. അയ്യോ കൊള്ളാം. അമ്മയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. അമ്മയില്ല. അമ്മയില്ല. പോയോ? പോയി. പോയിട്ടൊരു കൊല്ലായി. 2 കൊല്ലായി. അത് ഇനി പ്രായം ഇതില്ലല്ലോ. ഉണ്ട് 90 വയസ്സുണ്ടായിരുന്നു. പോയപ്പോഴാണ്. അമ്മച്ചിക്ക് ഞങ്ങൾ വന്ന സന്തോഷമായോ? പിന്നെ എപ്പോഴും ചോദിക്കുന്നതല്ലേ, ആരും വരുന്നില്ലല്ലോ പറയുന്നു. ഇവിടെ എല്ലാവരും നോക്കി പറയണല്ലേ. വണ്ടിക്കല്ലേ വന്നേ? ഇവിടുന്ന് എന്നാലും നടക്കാനാണെങ്കിലും ഒത്തിരി നടക്കണം. അയ്യോ എന്നാൽ വന്നു പറ്റുമോ? വണ്ടിയിലാണെങ്കിലും ഒത്തിരി ദൂരമുണ്ട്. എളുപ്പമാണ്. തിരുവനന്തപുരത്തൊന്നും വരണ്ടേ? വായനങ്ങൾക്ക് വണ്ടിയിൽ കൊണ്ട് വാടില്ല. ഞങ്ങൾ തിരുവല്ലയിലായിരുന്നു. അമ്മയില്ല. എല്ലാം കഴിഞ്ഞാണോ? ഞങ്ങൾ വെള്ളിയാഴ്ച പോകും. ചാച്ചന് പൊക്കം ഉണ്ടോ? അവിടെ വീട്ടിൽ താമസിക്കുമോ? ആദ്യം സ്വന്തമുള്ള വീടുണ്ടല്ലേ? ഇവിടെ ഇപ്പൊ തിരുവല്ലായിൽ തിരുവല്ലയിൽ എൻ്റെ ഇവിടെ കോട്ടയത്ത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോളുണ്ട്. അവിടെ താമസിക്കും. അവിടെ താമസിച്ചിട്ട് നാളെ എഴുതാമെന്നല്ലേ അവർ പറഞ്ഞു. അന്നേരം അത് എഴുതിയില്ല. അന്നേരം വെള്ളിയാഴ്ചയാക്കി. അന്നേരം പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെയും വരിക എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നാളെ ഞങ്ങൾ തങ്ങാമെന്ന് കണ്ടു. അന്നേരം ഇവിടെ വന്നിട്ട് നാളെ പിന്നെ നാളെ കഴിഞ്ഞ് തിരിച്ചു വന്നല്ലേ? പേര് ചോദിച്ചാ? അരുൺ 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 ഒരു പേര്. പഴക്കം ചെന്ന സാധനം പഴകത്തിന് സാധനം എടുത്തുണ്ടോ? അവിടെ ഇരിക്കുന്ന എടുത്തിട്ടാ. അതാണ് സംഭവം. കേക്ക് അവിടെ വെച്ച് കഴിക്കുന്നതേ അവിടെ മറ്റു സാധനമൊക്കെ ഇരിക്കുന്നതല്ലേ. ഓഹോ ചെന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം ഉറപ്പിലെടുത്തേക്ക് ഭയങ്കര പാടാണ്. ഈ കിടക്കാറായി. എവിടെ ഇത്രയും പകലെങ്ങനെ കിടക്കുന്നത്? ഒത്തിരി സമയമായി. ഇല്ലോ പകലല്ലേ? 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 അമ്മച്ചി പകൽ ഉറങ്ങിയില്ലേ ഇന്ന്? പകലല്ല രാത്രിയിലല്ലോ ഉറക്കം കൂടുതലും. പകലല്ലേ? വിവീന എൻ്റെ ആളാ കോളേജിൽ. വിവാനെ നിന്നോട് വേണ്ടി ചോദിക്കണത്. അവളവിടെ പോയി. വിവാനെ കോളേജിൽ ദിവസം വരും ഇനിയിപ്പം. ഞാൻ ഇരിക്കാൻ അത് അമ്മച്ചി തിന്നു നോക്കില്ല. അമ്മച്ചി മുട്ട എടുത്തു. അത് എടുക്കണ്ട. എടുത്താ തന്നെ ഇതെന്നെ നോക്ക്. അതിലുള്ളതോ ഇതാണോ? അതിനകത്തത് ഇതെല്ലാം വസ്ത്രത്തിൻ്റെ അല്ല പിള്ളേരുടെ വസ്ത്രത്തിൻ്റെ ബട്ടൺസ്. അമ്മച്ചി ഇത് പഴങ്ങളുടെയാ. പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, എന്തോ നാരങ്ങ. ഇങ്ങനെ അമ്മച്ചി കഴിച്ചു നോക്കി. ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തോരം പൈസ ചെല്ലാം. എന്ത് നമ്മൾ മേടിക്കുന്നതാ. എന്ത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉണ്ട് തിന്നിട്ട് നല്ലതാണോ? മധുരമുണ്ടോ? അമ്മച്ചിക്ക് മധുരമുള്ളതല്ലേ വേണ്ടി? എനിക്കങ്ങനെയൊന്നുമില്ല. ഇല്ലേ? അതുണ്ടില്ല. ഓ ഇല്ല, മധുരം മധുരമുള്ളത് ഞാൻ കൊടുക്കത്തില്ല അമ്മച്ചി. ഇങ്ങനെയാണ്. ആ അത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അത് കൊടുക്കണം. കൊടുക്കണോ? എൻ്റെ കർത്താവേ. എടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രായമായില്ലേ. ആർക്കാ കാശ്? മധുരമുള്ളതൊക്കെ കൊടുക്കണമെന്ന്. ചക്കപ്പുഴുക്ക് ഈ ലോകത്തിൽ നിന്ന് പോയാൽ പിന്നെ വല്ല കഴിക്കും. തന്നെ ഞാൻ മീൻകറി ഒന്നും ചക്കപ്പുഴുക്ക് വേണോ? മീൻകറി അതിന് ചക്കപ്പുഴുക്കും വേണ്ട, കപ്പപ്പുഴുക്കും വേണ്ടാത്തവന്. ഞങ്ങൾക്ക് അതൊക്കെ വേണ്ടി. ചക്കപ്പുഴുക്ക് അച്ചാറും അച്ചാറും
ഉണ്ട് പിള്ളേർക്കുണ്ട്. അമ്മ തിന്നോ? അമ്മയ്ക്ക് ഇഷ്ടമല്ലേ കുറച്ച് തീറ്റ? അല്ലേ ഇഷ്ടമല്ലേ ഇത്? അല്ല ഞാൻ കൊണ്ടുവന്ന അമ്മ ഇഷ്ടപ്പെട്ടു. കഴിച്ചോ? അത് அவங்க എടുത്തോളൂ, എൻ്റെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും കൊടുക്കാനോ ആ എല്ലാവരും തിന്നോ അമ്മയ്ക്ക് കഴിക്കാം. അമ്മച്ചിക്ക് തിന്നാം. അമ്മച്ചി തിന്നണം. തിന്നത് ഞങ്ങളുടെ പിള്ളേർ കണ്ടു വെച്ച് കിടന്ന് തല കുത്തി വന്നിച്ചിരിക്കും പെണ്ണച്ച. കാണപ്പോ ആ അങ്ങനെയാണോ ആ പിള്ളേരല്ലേ ആ കൊച്ചു പിള്ളേരൊന്നും അല്ല, ഇല്ല പിള്ളേര്. അവരുടെ പിള്ളേരെ കെട്ടിക്കാൻ പോവാ. ഞങ്ങളുടെ മോടെ മക്കളെ. അങ്ങനെയാണോ ആ പ്രായപൂർത്തിയായതാ 10-27 ഒക്കെ വയസ്സായതാ. ആ കൊച്ചുമക്കള്. ഇതേനാ ആ എവിടെയൊക്കെ കപ്പിനകത്ത് ഗ്ലാസ്സിനകത്തൊക്കെ അമ്മച്ചയുടെ ചായയുണ്ട്, ഞങ്ങളുടെ ചായയുണ്ട്. അതൊക്കെ എടുത്ത് കുടിക്കാൻ പറ്റില്ല ആ കുടിക്കാൻ പോവാ. ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലിങ്ങനെ മോനെ ഒന്നും എടുക്കണ്ട മക്കളെ, ഒന്നും എടുക്കണ്ട. കാരണം ചോറുണ്ടില്ലായിരുന്നേ കഴിച്ചേനെ. പക്ഷെ ഇപ്പോഴങ്ങോട്ട് ആയി വിടുന്നു. ആ, ബോധമില്ല. ഇത്രയും നേരമായിട്ട് കഴിക്കാഞ്ഞോണ്ട് ആ ഞങ്ങളവിടുത്തെ പരിപാടി കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി കൂടെ വൈകുന്നേരത്തോടെ അടുത്താണ് പ്രതീക്ഷിച്ചത്. ആ ഓ ശരി. അവിടെ നിന്ന് ജംഗ്ഷന്റെ ഇടത്തെ സൈഡിൽ ഹോട്ടൽ ഉണ്ട്. ആ ആ ആ ആ അതെ ആ ആ അവിടെ അവിടെ വലിയ കുഴപ്പമില്ലെന്നോ? വലിയ കുഴപ്പമില്ല. ഇല്ല നല്ലതായിരുന്നു, നല്ലതായിരുന്നു. ആദ്യം നല്ല വളരെ നല്ലായിരുന്നു. അത് പിന്നെ പാട്ടി മാറി കഴിഞ്ഞ വർഷം ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴാണ് പൂവമ്പഴം. സ്വന്തം പഴം. അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് വന്നിരി. അതെ അവിടെ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കണം. ഇല്ല, നിങ്ങളുടെ ആ പഴത്തിൽ മെയിൻ ആൾക്കാരില്ല. വാ, ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്നോ. ചായ കുടിക്കാൻ വിളിക്കുമായിരുന്നു. മാറി മുട്ടിന് തേയ്മാനമാണ്, മുട്ടൻ. അതുകൊണ്ട് നടക്കാൻ പാടില്ല. നടക്കാൻ പാടല്ലേ? അല്ലേ വലിയ കുഴപ്പമില്ലായിരുന്നു. 80 അത്രയില്ലേ അത് ഇല്ലേ. തീരുമാനം ഉണ്ടാവും ആ ഇനി വാ, ചേച്ചി. ഞാനിരിക്കാനോ? വാ ജോമോന് വാ. അമ്മയ്ക്ക് ചായ കാണുന്നുണ്ടോ? ആ, ജോമോന്. അമ്മച്ചി വാ, വേണ്ട ചായ കുടിക്കുന്നു. അല്ല വേണ്ട നമ്മുടെ ചായക്ക് കൊടുത്താൽ മതി. കുടിക്കാൻ ബാക്കിയിൽ എടുത്തിട്ടുണ്ട്. കപ്പിനകത്തെ ഇവരൊക്കെ തണുത്തിട്ടേ കുടിക്കൂടി ജോമോനൊക്കെ. അതാ ഞാൻ ചോദിക്കും. എനിക്ക് ഞങ്ങൾ ചെറിയ ചെറിയ ചൂടല്ലേ കുടിക്കുള്ളൂ. നല്ല പോക്കില്ല ആ നല്ലതല്ലേ? ആ എന്താ ഇടയ്ക്കിരുന്ന് കുറിച്ചോ, ചവയ്ക്കുകയും വേണ്ട ചവയ്ക്കാൻ വേണ്ട. ആ അമ്മച്ചി കുടിക്കുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് ഞാൻ അത് മേടിച്ചത്. ചുമ്മാ ഇരിക്കുമ്പോ ഉം. വേണ്ട ഇതല്ല, വേണ്ട വേണ്ട കണ്ട കുടിച്ചാൽ മതി. പഴം കിടന്ന് കഴിക്കുക, പഴത്തിനകത്ത് മധുരം. ഒരു മുറുക്കെ കഴിക്കും. നേരം ശരിയാവും. നമ്മുടെ എങ്ങനെ നാടൻ മൂവപ്പഴം. അമ്മ കഴിച്ചോ? തിന്നോ? അത് തിന്നോ? അത് തിന്നോളാനേ. ഇങ്ങോട്ട് അവർക്ക് ആ അവർക്ക് വേറെ ഉണ്ട്, അവർക്ക് വേറെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്ക് തന്നെയാണ്, അവർക്ക് വേറെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തിന്നോട്ടെ നിങ്ങൾ വെച്ചേരും അത് അമ്മ തിന്നോ? അത് അവർ തിന്നത്തില്ല. നിങ്ങൾ വെച്ചേരും അത് അമ്മയ്ക്ക് തന്നതാ, അമ്മ കഴിച്ചോ? തിന്നോളൂ അവർക്ക് വേറെ അവിടെ ഉണ്ട്. അമ്മ കഴിച്ചോ? അമ്മ കഴിച്ചോ കേട്ടോ. കഴിച്ചു കഴിച്ചു. ചായയും കൂടി കുടിക്കും. ഇത് മോനെ നിങ്ങൾ തിന്നോ. ഇവിടെ ഇരുന്ന് കഴിക്കടാ. കൊച്ചിന് ചായ എടുക്കണോ? അത് തണുത്തിട്ടേ കുടിക്കുള്ളൂ. ഞാനും വിവീനെ ചൂടോടെ കുടിക്കുള്ളൂ. എല്ലാം പാരമ്പര്യ. രാത്രി നടക്കാനൊന്നും പറ്റിയല്ലല്ലേ നടക്കാതെ നടക്കാം. നടക്കാന്നിട്ട് ചാച്ചൻ അവിടെ നിന്ന് കൈ തരുന്നത്. കുത്തിപ്പിടിച്ച് നടക്കും. അത് പുറത്തോട്ട് വിടാൻ പറ്റിയല്ലോ സൂക്ഷിക്കണം ആ വിടത്തില്ല വിടത്തില്ല വിടത്തില്ല. ഞാൻ സൂക്ഷിക്കുന്ന പോലെ അല്ല പാടില്ല. അമ്മച്ചി സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകും കടയില് സാധനം മേടിക്കാന്. നടക്കാനല്ലേ മേലാത്തെ. സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകും സാധനം മേടിക്കാന്. ഇവിടുന്ന് നമുക്ക് തൊട്ടടുത്താ ചന്തയിൽ പോവാൻ. എന്താ പോലെ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് മേടിച്ച് വെക്കണം അവർക്ക് കുറേശ്ശെ കൊടുത്താൽ മതി അത് ഒട്ടും ചന്തിക്ക് പിന്നെ വേറെ ഉള്ള കൊണ്ടേലും മതി കൊള്ളിയല്ല ഓരോ പ്രായത്തിനനുസരിച്ച് അങ്ങനെ വേണം ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പം തിന്നുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞ പറ്റിയല്ല പറ്റിയല്ല.
ഇനി ഇപ്പൊ പിന്നെ നീ കപ്പയും ചക്കയൊന്നും പറ്റിയായിരിക്കും. ആര് പറഞ്ഞു? തിന്നോ? അയ്യോ, ആണോ? കപ്പയും തിന്നി ചക്കയും തിന്നി. ചക്ക വേവിച്ച് കണ്ടാ പിന്നെ ചോറെന്ന് പറയുന്നത് തൊടത്തില്ല. അതൊക്കെ തിന്നാൻ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ചക്കയ്ക്ക് ബുദ്ധിമുട്ടാ. ഉണ്ടോ? പിന്നെ നമുക്ക് ചന്തയില് മേടിക്കാൻ അടത്തിപ്പിറക്കി ഇങ്ങനെ വിൽക്കും. ആ അത് മേടിക്കും. അത് മേടിച്ച് കൂട്ടാൻ വെക്കും. ഇപ്പൊ ഇനി വിരിഞ്ഞൊക്കെ വരുന്നുണ്ട്, വിളവായി വരണം. എന്താ മേടിക്കും? ചക്ക അടത്തി ചുള ഇങ്ങനെ വെക്കും. അത് 20 രൂപ. ഇപ്പൊ എത്രയാണെന്ന് അറിയത്തില്ല, ഈ പ്രാവശ്യം മേടിച്ചില്ല. പിന്നെ അത് കൊണ്ടുവന്ന് നമ്മൾ കൂട്ടാൻ വേവിക്കും. വേവിക്കും. അങ്കുരു കളഞ്ഞു അരിഞ്ഞ് അരിഞ്ഞ് വേവിക്കും. വേവിക്കും. അല്ലാതെ ചക്ക വേരില്ലേ? അല്ലാതെ ചക്ക ഇടുന്ന ചക്ക കിട്ടാനില്ലല്ലേ? തിരിച്ചു പോകുന്നത് എന്ന് തന്നെ ഞങ്ങൾ ജൂലൈയിൽ ജൂലൈയിലല്ലേ? അപ്പോൾ ഇടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ചക്കയൊക്കെ പറിച്ചോണ്ട് പോകാം. ഞങ്ങളുടെ ആ പ്ലാവിലെ ഇപ്പം പുഴിയിരിക്കുന്ന പ്ലാവുകളാണ് ഫസ്റ്റ് പറിക്കുന്നത്. പുഴയാണ് പക്ഷേ പുഴി. പഴം കഴിക്കുമോ? ചക്കപ്പഴം കഴിക്കുമോ? ഞാൻ പറിച്ചൊന്നുമിടാം, അത് പഴിപ്പിച്ചാൽ കിടക്കുന്നു. നല്ല മധുരമുള്ള ഇവിടെ ഈ പ്ലാവിലെ ശരി. നമ്മുടെ കൂട്ടുകാരൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തും സാധനം കാണുമേ, ഓടിയാന്നേ ഉള്ളൂ. പക്ഷെ അത് ഈ പുഴുങ്ങണം, പഠിത്താലും നല്ലതാണ്. കുമ്പളൊക്കെ ഉണ്ടാക്കാനായിട്ടല്ല. അത് ഈ മഴയാകുമ്പോഴത്തേനും മഴ സമയത്തൊക്കെ കാണുന്ന സാധനം. അതിപ്പോൾ വിരിഞ്ഞ് വരുന്നതല്ല. വിളഞ്ഞു വരുന്നത് അത് അവസാനം എല്ലാ ചക്ക വെള്ളം പിടിക്കില്ല. എല്ലായിടത്തും ചക്ക തീരുന്ന സമയത്ത് അത് വിരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ അവിടെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആദ്യം ഒരു ട്രിപ്പ് ഉണ്ടായി. ആ അവളെത്തത് എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേനും അത് നിന്നോ, അത് കഴിച്ചോ? ആ ഇവിടുന്ന് കൊണ്ടുവന്നല്ല, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാ. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാ ചേച്ചി. ആ അതാ അത് കഴിച്ചോ. ഇവിടെ വന്ന് കറങ്ങിപ്പോയത് ഇറ്റലിയിൽ നിന്ന് വന്ന ലാൽ ചേച്ചി. അവർ വന്നപ്പം അവർ ശ്രീവാപുരം പള്ളി അവർ ആൾക്കാരോട് വന്നിട്ടുള്ള ഞങ്ങളുടെ ശ്രീവാപുരം പള്ളിയാ ചോദിച്ചേ. ആ ശ്രീവാപുരം പള്ളി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ പള്ളി. ഇത് കുരിശുപള്ളിയല്ലേ ഇരിക്കുന്നത്? അത് അവിടുത്തെ. ആ അത് കളത്തപ്പള്ളിയിലെ സെന്റ് ജൂഡ്. ഇത് സെന്റ് ജൂഡ്. ഇത് സെന്റ് ജൂഡ്. ഇത് ഞങ്ങളുടെ പള്ളിയുടെ കുരിശുപള്ളി. വിളിച്ചത് ആ കിടങ്ങര പള്ളി. ആ വഴി ആ ചേർന്ന് കിടക്കുന്നുണ്ട് അറിയാനായിട്ടേ. സെന്റ് ജൂഡ്. പുത്തനുടുപ്പൊക്കെ കിട്ടിയല്ലോ, പുത്തനുടുപ്പൊക്കെ തയ്പ്പിച്ചല്ലോ. ഞാൻ കണ്ടല്ലോ ഇന്നലെ പുത്തനുടുപ്പിട്ട്. ഇതല്ല ഇത് നൈറ്റിയാ. ഇന്നലെ പുത്തനുടുപ്പിട്ട് ഞാൻ കണ്ടല്ലോ. ഉടുപ്പ് നൈറ്റിയൊക്കെ ഇട്ട് ഞാൻ കണ്ടല്ലോ, സുന്ദരിയായിട്ടിരിക്കുന്നത്. നൈറ്റിയില്ല, ഗൗൺ. ഗൗണ് ഞാൻ കണ്ടല്ലോ. കോടി പുത്തന് ഈ 1.5 ഇട്ടതാ. അത് തയ്പ്പിച്ചോണ്ട് വന്നു. റെഡിമെയ്ഡാ. മേക്കപ്പ് ചെയ്ത് തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയില്ല. അമ്മച്ചി ഇന്നലെ ഇട്ട് ഞങ്ങൾ കണ്ടു. വെട്ടിക്കകത്തൊന്നും എടുത്തല്ല, തയ്പ്പിച്ചത് കിട്ടിയതാ. അതിനെന്തറിയോ? അമ്മച്ചി ഞങ്ങള് പെന്തക്കോസില്ല. പെന്തക്കോസുകാരെ അറിയാവോ? അങ്ങനെയാണല്ലേ? പണ്ട് ഞാൻ ജാക്കോബായിലായിരുന്നു. 44 വർഷത്തിന് മുമ്പേ. എന്നൊക്കെ ഉണ്ടല്ലോ. അത് ഇപ്പൊ അത്ര ഇല്ല, എന്നാലും കുറേശ്ശേ ഉണ്ട്. ഇപ്പൊ എല്ലാരും വിടും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഭക്ഷണമെന്ന് കൊണ്ടു ഇപ്പൊ ഇല്ലല്ലോ. മറ്റേ ഓരോരുത്തർക്കും പ്രത്യേകം. അയ്യോ ആന്ന്. പിന്നെ പാടം ഇന്നത്തെ ഇവരുടെ വീട്ടില് 10 പേരായിരുന്നു. അയ്യോ എൻ്റെ അമ്മായിയമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടതാ. കാരണം 5 പെണ്ണും 5 ആണുമാണ്. ഈ 5 പെൺപിള്ളാരെയും കെട്ടിക്കണം, 5 ആൺപിള്ളാരെ കല്യാണം കഴിപ്പിക്കണം, ഈ 5 പെൺപിള്ളാരുടെ പ്രസവം എടുക്കണം, എല്ലാം നടത്തണം. എല്ലാവർക്കും ആഹാരം വെക്കണം, കൊടുക്കണം, മേടിക്കണം. അതുങ്ങൾ നല്ല പണിയായിരിക്കല്ലേ? എല്ലാരെയും ചെറുപ്പത്തിലെ അന്നൊക്കെ കെട്ടിച്ചു വിടത്തില്ലേ, ഇപ്പോഴല്ലല്ലോ. ചെറുപ്പത്തിലാകുമ്പോൾ മുഴുവനും കാണാൻ പല പണിയായിരിക്കും. അലക്കി തീർക്കും എല്ലാം.
പ്രായമായി കഴിയുമ്പോൾ മക്കൾ കാരണന്മാർക്കിട്ട് ചെയ്യുകയില്ല. അമ്മ ചവളം ഭക്ഷണമൊക്കെ കുഷിയാൻ തുടങ്ങുന്നതിന് മുമ്പ് എടുത്തോണ്ട് പോയി അലക്കും. അങ്ങനായിരുന്നു. എത്ര എളുപ്പമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യേ. അതൊന്നും ചെയ്യേ. അതുങ്ങൾക്ക് എല്ലാത്തിനും അലസതയായി. സ്വന്തമായി ഇതുപോലും അലക്കാൻ വിഷമായിപ്പോ ഉള്ള പെണ്ണുങ്ങൾ. ആണുങ്ങൾ എൻ്റെ ഒരുമാതിരി പ്രായമായ ദിവസങ്ങൾ ആണുങ്ങൾ എന്തെല്ലാം ചെയ്യുമായിരുന്നു. അവർ തന്നെ അലക്കും വെക്കും അതുപോലെ എല്ലാ സാധനവും ചെയ്യും. കന്നുകാലിയുടെ കാര്യത്തിൽ, ആടിൻ്റെ കാര്യത്തിൽ, വീട്ടിലെ ജോലി, പുറത്തുള്ള ഇതൊക്കെ നീറ്റായിട്ട് ഇപ്പോൾ കവന്ന് കിടക്കുന്ന ഒരാൾ മാറ്റം. എന്നാൽ ഇവിടുത്തെ പിള്ളേർ അങ്ങനെ നാട്ടില് കൊച്ചു ചെയ്യുമല്ലോ. അമ്മച്ചി ഈ പിള്ളേർ ഇവിടെ ഇല്ലാത്തപ്പം ഈ കുഞ്ഞല്ലേ അമ്മച്ചിക്ക് ചായ ഇട്ട് തരും, അമ്മച്ചിക്ക് കഞ്ഞി എടുത്ത് തരും, അമ്മച്ചിക്ക് കൂട്ടാനെടുത്ത് തരും, അമ്മച്ചിയെ നോക്കും, അമ്മച്ചിയുടെ കൂട്ടിനിരിക്കും, മെഴുകുരട്ടി ഉണ്ടാക്കി തരും, മുട്ട പൊരിച്ചു തരും. ഈ കുഞ്ഞല്ലേ എല്ലാം ചെയ്യുന്നേ. എവിടെ അമ്മച്ചിക്ക് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ അത്രയും ദൂരത്തിരുന്നോണ്ട് എല്ലാം കാണുന്നുണ്ട്. കൂടെ നിന്ന് ചെയ്യിക്കാക്കി ചെയ്യും. അല്ലാതെ തടിച്ചുകൊണ്ടോ ഉണ്ടാക്കി തോന്നുന്നുണ്ടല്ലോ. എന്നാലും ഇത് കാപ്പി ഇട്ട് തരുമല്ലോ, ചായയൊക്കെ ഇട്ട് തരുമല്ലോ. പിന്നെ ഇപ്പൊ എല്ലാ കാര്യത്തിനായാലൊക്കെ അമ്മച്ചി ഇപ്പം പുറത്തുള്ള ആമ്പിള്ളേരെല്ലാം കുക്കിങ്ങും അറിയാം, ക്ലീനിങ്ങും ചെയ്യും, മക്കളെയും വളർത്തും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പണ്ടായിരുന്നു എനിക്കുള്ള ജോലി ഇതാ, നിനക്കുള്ള ജോലി അതാന്ന് പറയുന്നത്. പണ്ടുള്ള കാലത്ത് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പാടായിട്ടാണ്. ഇപ്പൊ അവര് കുളിപ്പിക്കണോ, ഭക്ഷണം കൊടുക്കണോ, വയറ്റിൽ നിന്ന് പോണോ, എടുക്കണോ, എല്ലാം ചെയ്യും. അങ്ങനെ വേണം. അങ്ങനെ കൊച്ചുങ്ങൾ സ്നേഹിച്ച് പോവുള്ളൂ. ചുമ്മാ അതോ ബന്ധം ഇല്ലാതെ പുറത്തളിക്കാൻ ഒക്കെയല്ല. ഓരോന്നിനും ഓരോ വിലയുണ്ടോ. ആ വിലപോക്കനുസരിച്ച് നമ്മൾ കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അവർക്ക് അതിനുള്ള പ്രാപ്തി ആകുന്ന വരയ്ക്കും. ഞങ്ങളിന്ന് ഇവിടെ നിൽക്കട്ടെ, അമ്മച്ചയുടെ കൂടി ഇന്ന് ഇവിടെ നിൽക്കട്ടെ. ഞങ്ങള് അയ്യോ പൊക്കോട്ടോ, ഞങ്ങള് പൊക്കോട്ടെ. അയ്യോ അമ്മച്ചിക്ക് അന്നേരം ഞങ്ങളോട് ഇഷ്ടമല്ലേ? ഇഷ്ടക്കുറവായിട്ടല്ല, പിന്നെ പ്രായമായവരൊക്കെ അങ്ങനെ നിർത്തിച്ച് എനിക്ക് പിന്നെ ഇവിടെ അതിനായിട്ടാണ് ബുദ്ധിമുട്ടിരിക്കാൻ പറ്റും. സമയമില്ല. എന്തെല്ലാം കാര്യങ്ങളാണ്. അമ്മച്ചി ഈ കൊച്ചു നോക്കിക്കോളൂ, ഞങ്ങളെ. ഞാനേ നോക്കിക്കോളാം. കൊച്ചു ജോമോട് നോക്കിക്കോളൂ. അതെ, ഞങ്ങളെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം 2 ദിവസം ഒരു നേരം 2 നേരം നോക്കേണ്ട കാര്യമില്ല. ജീവിതകാലം ഞങ്ങൾക്കിപ്പോ അത്രയും മതി എന്ന് പറഞ്ഞാൽ പറ്റും. ചാച്ചനെ വിട്ടേക്കാം, ചാച്ചൻ നോക്കാനല്ലേ പാട്. അത് തന്നെ ചാച്ചനെ വിട്ടേക്കാം, ചാച്ചനെ പുള്ളിയല്ലേ വടിയും കുത്തി നടക്കുന്ന. പുള്ളി പൊക്കോട്ടെ, ഞാനിവിടെ നിൽക്കാം. ആരാണേലും ഒരു പ്രായം വരെ നോക്കി പാടാം. എനിക്ക് പ്രായം ഒത്തിരി ആയില്ലല്ലോ. ഞാൻ പാത്രം കഴുകും, ഞാൻ കുക്ക് ചെയ്യും, ഞാൻ ആഹാരം പാകം ചെയ്യും, അമ്മച്ചിയുടെ തുണി കഴുകി തരാം, ഞാൻ എല്ലാം ചെയ്യാം. അല്ലാതെ എല്ലാവരെ കൊണ്ടാണ് ജയിക്കാൻ പറ്റിയത്. അതങ്ങനെയാ. ഒരു തരത്തിലും ഞങ്ങളെ നിർത്തത്തില്ല. എല്ലാത്തിനും ന്യായമുണ്ട്. എന്നാലും ഞങ്ങളെ ഇവിടെ നിർത്തത്തില്ല. അർത്ഥമില്ല ഇല്ലാത്ത അങ്ങനെ ഇവിടെ നിർത്തുന്നില്ല. വീട്ടിൽ വീടോ? ഞങ്ങൾ ഇനി അങ്ങ് ചെല്ലണ രാത്രി ആകത്തില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് ഞങ്ങൾ രാവിലെ പൊക്കോളാം. അങ്ങനെ മതി. അങ്ങനെ പൊക്കോ. കാരണന്മാരല്ലേ? ഇല്ല, ആരുമില്ല. ആരുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞേ. അമ്മച്ചിക്ക് ഒരു കൂട്ടുണ്ട്. അങ്ങനെയാണ്. അവിടെ ആരും കാരണന്മാരില്ല. അവരൊക്കെ പോയോ? എല്ലാരും പോയി. അയ്യോ, നിങ്ങൾക്ക് പ്രായമായോ? പിന്നെ എനിക്ക് ഇത്രയും പ്രായമില്ലേ? പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രായമില്ലേ? ഒരു അമ്മയും പോയായിരിക്കും അവർക്ക് പ്രായമുള്ള. അവരുടെ മക്കളെ കാര്യമായാലും പറയാം. മക്കളും അവിടെ ഇല്ല. ഒന്നുമില്ലേ? വീട്ടിലാരും ഇല്ല. ആണോ? ഞങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മേമേ ഉള്ളൂ. അത് ശരി. നേരം വന്നിരുന്നു ഇങ്ങനെ വർത്താനം പറയാൻ എന്തോ ആഗ്രഹമായിരുന്നു. ഇങ്ങോട്ടാ പോണേ? ഞങ്ങള് എവിടെയും
ഹോട്ടലോ എന്തെങ്കിലും എടുത്ത് എവിടെയെങ്കിലും കിടക്കും. അമ്മച്ചി പറഞ്ഞില്ലേ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവാ. ഇവിടെ നിൽക്കാനൊക്കത്തില്ല, പ്രായമായവരെ നിർത്തിയാ എനിക്ക് നോക്കാൻ മേലെന്ന് പറഞ്ഞില്ലേ. വീട്ടിൽ പോയി നിൽക്കണം. വീട്ടിൽ പോവാ. വീട്ടിൽ പോയി എന്നിട്ട് ഭർത്താവുന്നതൊക്കെ എല്ലാവരും മക്കളും കൂടെ കൂടി. മക്കളൊന്നും അവിടെ ഇല്ല. അല്ലേ? ആ അപ്പൂപ്പനും അമ്മൂമ്മേ ഉള്ളൂ. ആ അങ്ങനെയാണോ? അത് ശരി. മക്കളും ഇല്ലാഞ്ഞ മക്കളൊന്നും ഇവിടെ ഇല്ല. നിങ്ങളെവിടെയാ? നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നിടത്താ. ചായ കുടിച്ച് തീർക്ക. കുടിക്കേ കുടിക്കാനൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തുണ്ട് വീട് വേണം. കുടിക്കേ 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 കുടിച്ചോളാം. മകള് വന്ന് ഓർമ്മയില്ലാതായിരുന്നു. മകള് വന്ന് കഴിഞ്ഞ രാത്രി ഒരു സമയം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലാണ്. അപ്പം ഒരു സമയം കഴിഞ്ഞ ദിവസം പെട്ടിയൊക്കെ ആയിട്ട് അവര് ഓസ്ട്രേലിയയിൽ മകൻ്റെ അടുത്ത് പോയിട്ട് വന്നതാ. മോൻ അവരെ കൊണ്ടുപോയി വിടേണ്ടത്, അതിന് വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പറഞ്ഞ് നീ വീട്ടിൽ പോകാൻ പറയും. എന്നാന്ന് ചോദിച്ചാൽ അവിടെ കാരണന്മാരുണ്ട്, പക്ഷെ അവര് മരിച്ചുപോയി, അതൊന്നും അറിയത്തില്ല. നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം, എന്റെ പിള്ളേരെ കാണിക്കണ്ടേ. അങ്ങോട്ട് നോക്കാം. നമ്മുടെ മക്കളെ ജാസിന് 70 വയസ്സാകുന്നേ അത്രേ ഉള്ളൂ. ഞാനാ മൂത്തത്. എനിക്ക് 46 വയസ്സുണ്ട്. എന്റെ ഇളയത് 2 വയസ്സിന് ഇളപ്പം 44. എന്റെ ഇളയ മോക്ക് 50 വയസ്സിന് മേലെ. പിന്നെ അതിന്റെ ഇളയത് ഒരു അച്ഛനാ. മീററ്റ് രൂപതയ്ക്ക് വേണ്ടിയിട്ട് യുക്തിയിലാണ്. വരും, അടുത്ത മാസം വരും. വർഷത്തിലൊന്ന് വരും. മൂത്തത് ഞാനാ. പിന്നെ കാരണന്മാർക്ക് ഒട്ടാൻ തന്നാലില്ല. ഭയങ്കര പാടാ. പഠിക്കേ, കാരണം ചിന്തിച്ചിട്ട് പഠിക്കേ. അതെ അതെ. നീ എന്നാ വന്നെ? ഓടി വരാം, ഓടി വരാം, എളുപ്പം വരാം. അല്ല രണ്ടാ എനിക്ക് അത് അതുകൊണ്ട് എഴുതി നീ എടുക്കണാണോ അല്ലേ? ഇവരെ രണ്ടുപേരും അരികിലിരുത്തിയത് പ്രമുഖ സാഹിത്യകാരൻ പിന്നത്തെ കുഞ്ഞപ്പത്തുള്ളയാ രണ്ടുപേര്. അമ്മച്ചി ഞങ്ങളങ്ങോട്ട് പോവാ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ശരി, ഓക്കെ. പക്ഷെ ജോമോടെ നമ്പർ തന്നെ ഏതാണ്ട് 5-6 നമ്പറേ ഉള്ളൂ. മറന്നുപോയോ? ആലീസ് ജെയിംസ് എന്നാണോ? ആലീസ് ചെറിയ. ഒരു ആലീസ് ജെയിംസ് എപ്പോഴും കമന്റ് ഇടുന്നുണ്ട്. ഞാൻ എഴുതി തന്നിട്ടാ ഇത്. ഇത് അവളുടെ മുഴുവനില്ല, എഴുതി കൊടുത്തടാ. മമ്മിയുടെ നമ്പർ എഴുതി കൊടുത്തടാ. എല്ലാം അടുത്തടുത്ത നമ്പറുകളാണ്. ലാൻഡ് ഫോൺ കൂടെ കൊടുത്തേ. ഞാൻ പുറത്താണെങ്കിലേ ബെല്ലടിക്കുന്ന കേട്ടിട്ട് ഓടി വരാൻ പറ്റും. ലാൻഡ് ഫോണാണ് എളുപ്പമുണ്ടോ കൂടി. ഇത് ചിലപ്പോൾ ഇവൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ തരികയല്ല. പ്രാവശ്യം പോലെ സന്ദർഭം പോലെ ഒന്ന് വാ. പോകുന്നതിന് മുമ്പേ നോക്കാം, ഞങ്ങൾ നോക്കാം. ഞങ്ങളിവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ടേ ആണ് വിഷയം. രണ്ടാഴ്ചത്തേക്കുള്ളിൽ ഞാൻ വിളിക്കും. അങ്ങ് എന്നാലും വിളിക്കും. വിളിച്ചടിക്കേ ഇടയ്ക്ക് വിളിച്ചു. ഓക്കെ മക്കളെ. അയ്യോ ഇതെടുത്തോട്ടെ, ഇതെടുത്ത് വെക്കാൻ പറ്റണം. ചാക്കോ ഇത് വേണോ? അതെ ഞങ്ങളെ കണ്ട് അത് തന്നെ വലിയ കാര്യല്ലേ. ഞാൻ ചോറുണ്ണത്തില്ലായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു. അതെ ഇത് വേണോ? അടാ നമ്മുടെ കിറ്റിനകത്തോട്ട് ആക്കിയാൽ നമ്മളെ അത് എനിക്ക് ഇരിക്കുമോ? പശ അതേലൊക്കെ പറ്റിയല്ലേ. എപ്പോ അവിടെ വന്നാലും ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ വിളിച്ചോക്കെ.
അതിന് മുമ്പ് വീട്ടിലൊന്ന് പോകാം. ഈ ഒരു സ്ഥലത്ത് പോലും നോക്കിയേ തൂശി കുത്താനുള്ള സ്ഥലമില്ല ആകാശം. ആ മഴ പെയ്യട്ടെന്നേ. ഓക്കെ. എവിടെ പോരാ? ചെല്ലുന്നതിന് മുമ്പ് പകുതി ചെല്ലുന്നതിന് മുമ്പ് മഴ പെയ്യും. ആ അതോ എന്നാ വരവായിരിക്കും. ആ മഴ പെയ്യട്ടെ. നല്ല കാറ്റ് തുടങ്ങി, ഇടിയും മിന്നലും. ആ അടുത്ത് കൂട്ടിയിട്ട് പോര്. ഈശോയെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.